Hi all, today we are going to learn the essay On Tolerance by E.M. Foster. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വിത്ത് MCQ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് MCQ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണുക. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓർ സ്മോൾ സമ്മറി. ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തത് സൂൺ ആഫ്റ്റർ ദ എൻഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡിൻ്റെ അവസാനമാണ് ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. അതായത് വേൾഡ് വാർ സെക്കൻഡ് 1938 അത് കഴിഞ്ഞ ഒരു 1945 ആയപ്പോഴാണ് ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു എസ്സേയുടെ ഫസ്റ്റ് സ്പീച്ച് BBC റേഡിയോയിൽ ഡെലിവേർഡ് ചെയ്ത ഇയർ 1941 ആണ്. ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്താണ് ഇതൊരു BBC റേഡിയോയിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ലേറ്റർ ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്ത ഒരു കളക്ഷൻ ഉണ്ട്, അതിൻ്റെ പേര് 2 Cheers for Democracy ആൻഡ് ദാറ്റ്സ് ഇൻ ദ ഇയർ 1951. അന്നേരം ഓർത്തിരിക്കുന്നത് ഈ എസ്സേ പബ്ലിഷ് ചെയ്തേക്കുന്നത് സൂൺ ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഇൻ 1945. വേൾഡ് വാർ സെക്കൻഡ് നടന്നത് 1938, അത് കഴിഞ്ഞിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് 1945. ആൻഡ് ഈ ഒരു എസ്സേ BBC റേഡിയോയിൽ ഡെലിവേർഡ് ചെയ്ത ഇയർ 1941. ലേറ്റർ ഇതൊരു കളക്ഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ എസ്സേ. ആ കളക്ഷൻ്റെ പേര് 2 Cheers for Democracy, ദാറ്റ്സ് ഇൻ ദി ഇയർ 1951. ആൻഡ് ഈ വേൾഡ് വാർ സെക്കൻഡ് വളരെ നാശം ഉണ്ടാക്കി. അതിൻ്റെ കോൺസിക്വൻസും അതെങ്ങനെ ഓവർകം ചെയ്യാം, ദാറ്റ് ഈസ് റീകൺസ്ട്രക്ഷൻ. എല്ലാവരും ഈ ഒരു വേൾഡ് വാർ സെക്കൻഡിൻ്റെ ഡിസ്ട്രക്ഷൻ നടന്നതും അതിൻ്റെ റീകൺസ്ട്രക്ഷനെ കുറിച്ചും ആണ് സംസാരിക്കുന്നത്. അന്നേരം E.M. ഫോസ്റ്റർ കമ്പൈൻ ചെയ്യുന്നത് ലവ് പ്ലസ് ടോളറൻസ് ആണ് ഈ ഒരു എസ്സേയിൽ. ലവും ടോളറൻസിൻ്റെയും അതിൻ്റെ ഒരു അതിനെ കമ്പൈൻ ചെയ്താണ് ഈ എസ്സേയിൽ പറയുന്നത്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് എല്ലാം നാശനഷ്ടങ്ങളുണ്ടായി. ആ ഒരു അവസ്ഥയിൽ എഴുതിയ ഒരു എസ്സേയാണ് ഓൺ ടോളറൻസ് എന്ന് പറയുന്നത്. ആൻഡ് എവരിബഡി വാസ് ടോക്കിംഗ് അബൌട്ട് റീകൺസ്ട്രക്ഷൻ, ബട്ട് ഫോസ്റ്റർ പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇല്ലാതെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാനോ സാധിക്കില്ലെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ആൻഡ് സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി വേണം. സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത് ഉണ്ടാവണം. അതിന് നമുക്ക് എന്ത് വേണം? കപ്പാസിറ്റി ടു തിങ്ക്, റീസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ആൻഡ് ഒരു വാർ എല്ലാം നശിപ്പിക്കും. നമുക്കറിയാം, ഒരു വാർ സംഭവിച്ചാൽ നമുക്ക് പല ആൾക്കാർക്കും ഹസ്ബൻഡ്, വൈഫ്, ഫാദർ, മദർ, ഹോം, ചിൽഡ്രൻ എല്ലാവരെയും നഷ്ടപ്പെടും. ആൻഡ് ആ ഒരു സമയത്ത് വേൾഡ് വാർ സെക്കൻഡ് ആ ഒരു നാശം വിതച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു എസ്സേ എഴുതുന്നത്. അത് എല്ലാ മനുഷ്യനെ വേൾഡ് വാർ സെക്കൻഡ് അഫക്റ്റ് ചെയ്ത സമയമായിരുന്നു. സോ E.M. ഫോസ്റ്റർ പറയുന്നത് ലോകത്ത് റീകൺസ്ട്രക്ഷൻ വേണമെങ്കിൽ ഒരു സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണമെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്യാനും റീസൺ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റി വേണം. അതാണ് ആദ്യം വേണ്ടതെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ഒരു ടോളറൻസ് വേണം, നമുക്ക് സഹനശക്തി. ടോളറൻസ് മീൻസ് സഹനശക്തി, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് മനുഷ്യന് വേണം. ഫോസ്റ്റർ ഡസൻറ്റ് എഗ്രി ദാറ്റ് ലവ് ഈസ് നീഡഡ് ടു റീബിൽഡ് സിവിലൈസേഷൻ. ഫോസ്റ്റർ വിചാരിക്കുന്നില്ല ലവ് ഈസ് നോട്ട് ഇനഫ്, ഒരു റീകൺസ്ട്രക്ഷന് ലവ് നടക്കുന്ന കാര്യമല്ലെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. പക്ഷേ E.M. ഫോസ്റ്റർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ലവ് ഈസ് എ ഗ്രേറ്റ് ഫോഴ്സ് ഇൻ പ്രൈവറ്റ് ലൈഫ്. ഒരാളുടെ പ്രൈവറ്റ് ലൈഫിൽ ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു ഗ്രേറ്റ് ഫോഴ്സാണ്. ബട്ട് ഡസൻറ്റ് വർക്ക് ഇൻ പബ്ലിക് അഫെയർ. നമുക്ക് സ്നേഹമുണ്ട്, അതൊരു പബ്ലിക് അഫെയറിൽ അത് വർക്ക് ചെയ്യണമെന്നില്ലെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. വൺ ക്യാൻ ഓൺലി ലവ് വാട്ട് വൺ നോസ് പേഴ്സണലി. ഒരാൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു കാര്യം മാത്രമേ, അല്ലെങ്കിൽ അറിയാവുന്ന ഒരു ഏരിയയിൽ മാത്രമേ അവർക്ക് ലവ് ചെയ്യാൻ പറ്റൂ എന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. സോ
പേഴ്സണൽ അഫെയറിൽ മാത്രമേ ലവ് കാണൂ, പബ്ലിക് അഫെയറിൽ ലവ് കാണില്ലെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. അക്കോർഡിംഗ് ടു E.M. ഫോസ്റ്റർ, ഫോർ പബ്ലിക് അഫെയർസ് ഇൻ ദ റീബിൽഡിംഗ് ഓഫ് സിവിലൈസേഷൻ വാട്ട് ഈസ് നീഡഡ് ഈസ് നോട്ട് സംതിങ് സോ ഡ്രമാറ്റിക് ആൻഡ് ഇമോഷൻ ആസ് ലവ് ബട്ട് ടോളറൻസ്. E.M. ഫോസ്റ്റർ പറയുന്നത് ലവ് അല്ല ഒരു പബ്ലിക് അഫെയറിൽ വേണ്ടത്, മറിച്ച് ടോളറൻസ് ആണ് വേണ്ടത്. ബൈ ടോളറൻസ് ഫോസ്റ്റർ മീൻസ് ദാറ്റ് to be able to put up with people to stand thing, to able to put up എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരിക, അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ് വൺ മേ നോട്ട് ബി ഏബിൾ ടു ലവ് ബട്ട് വൺ ക്യാൻ ടോളറേറ്റ്. ഒരു വാർ കഴിയുന്ന സമയത്ത് ഒരാൾക്ക് ഒരു പബ്ലിക്കിൽ സ്നേഹം കാണിക്കാൻ പറ്റൂല, ബട്ട് ദേ ക്യാൻ എല്ലാം സഹിക്കുക, ക്ഷമിക്കുക, അതാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത്. ടോളറൻസ് ഡള്ളാണ്, ബോറിംഗ് ആണ്, നെഗറ്റീവാണ്. ടോളറൻസ് ഡള്ളാണ്, ബോറാണ്, നെഗറ്റീവാണ്. ബട്ട് ഇറ്റ് ഈസ് ദ സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നീഡഡ് ആഫ്റ്റർ ദ വാർ. ഇതാണ് ടോളറൻസ് ആണ് ഒരു വാർ കഴിയുമ്പം വേണ്ടത്. ഫോസ്റ്റർ ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇൻ ദ പ്രസൻറ്റ് വേൾഡ് ദർ ആർ ഓൺലി 2 വേ ഓഫ് ഡീലിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേഷൻ. പ്രസൻറ്റ് വേൾഡ് 2 വേയാണ് പീപ്പിളിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്. വൺ ഈസ് നാസി വേ ആൻഡ് ദ വൺ ഈസ് ഡെമോക്രാറ്റിക് വേ. നാസി വേ എന്ന് പറഞ്ഞാൽ ദ നാസീസ് കിൽ ദ പീപ്പിൾ ദേ ഡിഡിൻ ലൈക്ക്. ഇഷ്ടമില്ലാത്ത ആൾക്കാർ നാസി പീപ്പിൾ കിൽ ചെയ്യും. ഡെമോക്രാറ്റിക് വേ എന്ന് പറഞ്ഞാൽ വൺ മേ നോട്ട് ലൈക്ക് അതർ പീപ്പിൾ ബട്ട് ദേ ക്യാൻ പുട്ട് അപ്പ് വിത്ത് ദം. അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഡെമോക്രാറ്റിക് പീപ്പിൾ പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ ദേ ക്യാൻ പുട്ട് അപ്പ് വിത്ത് ദം. അവരെ ടോളറേറ്റ് ചെയ്ത്, അതായത് സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ കഴിയും. ആൻഡ് അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിതൊന്ന് റീഡ് ചെയ്യുക. ഇഫ് യു ഡോണ്ട് നോ അബൌട്ട് ദിസ് എസ്സേ, നിങ്ങൾക്കിതൊന്ന് റീഡ് ചെയ്താൽ കുറേയൊക്കെ മനസ്സിലാവും. ഓക്കെ. ഫോസ്റ്റർ പ്രിഫർ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് വേ ആണ്. ഫോസ്റ്റർ അഡ്മിറ്റ് ചെയ്യുന്നു ടോളറൻസ് ഒരു ഡിവൈൻ പ്രിൻസിപ്പിൾ അല്ല ലവിൻ്റെ കൂട്ട്. പക്ഷേ ഒരു ഓവർ ക്രൗഡഡ് വേൾഡിൽ ടോളറൻസ് ആണ് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ ലവ് അല്ല. വൺ കാൺട്ട് ലവ് സ്ട്രേഞ്ചേഴ്സ് എന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ഒരാൾക്ക് സ്ട്രേഞ്ചറിനെ ലവ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ലവ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു പേഴ്സണൽ പ്രൈവറ്റ് ലൈഫിലുള്ള ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ ആയിരിക്കും എന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ഹൗവർ ടോളറൻസ് ക്യാൻ ക്യാരി ഓൺ വെൻ വൺ കനോട്ട് ലവ്. ഒരാൾക്ക് ലവ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ടോളറൻസിനെയാണ് ക്യാരി ചെയ്യാൻ പറ്റുന്നതെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. അതായത് സ്ട്രേഞ്ചറിനെ ഒരാൾക്ക് ലവ് ചെയ്യാൻ കഴിയില്ല, ബട്ട് വൺ ക്യാൻ ടോളറേറ്റ് ദം. ആൻഡ് ഇവിടെ ഒരു ബൈബിൾ കോട്ട് E.M. ഫോസ്റ്റർ സപ്പോർട്ടിനായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദർ ആർ മെനി മാൻഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് ഹെവനിൽ ഈ പറഞ്ഞ ഗുണങ്ങളുള്ള ആളുകളെ, അതായത് ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യും. ഇറ്റ് മീൻസ് വെർച്യു ഓഫ് ടോളറൻസ് ഉള്ള ആളുകൾക്ക് ഹെവനിൽ സ്ഥാനമുണ്ടെന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. ആൻഡ് ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് ടോളറൻസ്. ആളുകൾ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേൾക്കാനുള്ള കഴിവാണ് ടോളറൻസ്, അതായത് സഹനശക്തി. ആ ബൈബിളിലെ കോട്ടൊന്ന് ഓർത്ത് വെച്ചോണം. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദർ ആർ മെനി മാൻഷൻ. ഓക്കെ. എന്നിട്ട് E.M. ഫോസ്റ്റർ ഒരു എസ്സേ എൻഡ് ചെയ്യുന്നത് ഇതും പറഞ്ഞാണ്. സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലൂടെ നമുക്ക് സിവിലൈസേഷൻ ബിൽഡ് ചെയ്യാം. ഇങ്ങനെ റീബിൽഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി വെർച്യു ഓഫ് ലവ് കടന്നു വരും. ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കൂടി നമ്മൾ സിവിലൈസേഷൻ ബിൽഡ് ചെയ്താൽ വെർച്യു ഓഫ് ലവ് ഓട്ടോമാറ്റിക്കലി വരുമെന്നായിരുന്നു. അതായത് നമ്മൾ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മളൊരു ഇപ്പം പോസ്റ്റ് വാർ ടൈമിലെ ആ ഒരു ഡിസ്ട്രക്ഷനൊക്കെ റീബിൽഡ് ചെയ്തെടുത്താൽ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. അങ്ങനെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് റീബിൽഡ് ചെയ്തെടുത്താൽ ഓട്ടോമാറ്റിക്കലി ലവ് വരുമെന്നാണ് E.M. ഫോസ്റ്റർ ഈ എസ്സേയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ടോളറൻസിലൂടെ ലൈഫ് പീസ്ഫുള്ളായി മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞാണ് E.M. ഫോസ്റ്റർ ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്.
പിന്നെ ഈ ഒരു എസ്സേയിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഗ്രേറ്റ് പേഴ്സൺസ്, he names few great persons who taught the importance of tolerance. That is, they are Emperor Ashoka from India, Erasmus from Holland, Montaigne from France, John Locke from England, Laws Dickinson, writer of a modern symposium. ഇവരൊക്കെയാണ് ഗ്രേറ്റ് പേഴ്സൺസ് ഹു തോട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നീഡ് ഓഫ് ടോളറൻസിൻ്റെയൊക്കെ ഒന്ന് റീഡ് ചെയ്തേക്കണം. അതായത് ടോളറൻസ് എവിടെയൊക്കെ ആവശ്യം, ഇമ്പോർട്ടൻസ് ഓഫ് ടോളറൻസ് എവിടെയൊക്കെയാണെന്ന്. ഹി സേസ് ടോളറൻസ് ഈസ് വാണ്ടഡ് ഇൻ ദ ക്യൂ, ഇറ്റ് ഈസ് വാണ്ടഡ് അറ്റ് ദ ടെലഫോൺ, ഇറ്റ് ഈസ് വാണ്ടഡ് ഇൻ ദ സ്ട്രീറ്റ്, ഇൻ ദ ഓഫീസ്, അറ്റ് ദ ഫാക്ടറി. എല്ലായിടത്തും ടോളറൻസ് വേണമെന്നാണ് ഇ.എം. ഫോസ്റ്റർ ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. Now let's start the MCQ. First one, Foster was a member of the influential Dash group of writers and intellectuals. Bloomsbury. Foster got Order of Merit in 1969. On Tolerance was published in 2 Cheers for Democracy. 2 Cheers of Democracy has 2 parts. The first part, the essay on tolerance, comes. What's the name of this part? The Second Darkness. Next question, 2 Cheers for Democracy was published in Dash 1951. In the essay, the writer highlights the value of tolerance. According to the writer, Dash things are needed for reconstruction of European nation. 2 things are needed, and the explanation is there. What are the 2 solutions for the problem of living with people one doesn't like? The way of Nazis, the way of democracies. The only sound foundation for a civilization as per Foster's opinion is the sound foundation for civilization as per Foster's opinion. Sound state of mind. The first is the sound state of mind and second is tolerance. Most of the people think that world can be reconstructed on the basis of love. According to the writer, love is a private virtue. Foster says that tolerance cannot be taken as weakness but a virtue. According to Foster, in the rebuilding of civilization, what is needed is tolerance. The writer says that only Dash can bring people together. Tolerance. The world is full of people who dash one another's caste, color, dress, and religion. Dislike. Tolerance means to dash others, put up with others. Tolerance doesn't mean dash, surrender. According to the essays, it's very easy to see dash in other people but difficult to spot in oneself. Fanatism. According to the writer, it is very dash to spot fanatism in oneself. Difficult. Dash solution means if you don't like people, kill them or banish them. Nazi solution. According to Foster, the first state of mind is dash. Nazi solution. What is the second state of mind? Put ourselves in others' place. The third state of mind that people may adopt is point out fanatism. That solution means to tolerate with others. Democratic. In the democratic way, dash. In the democratic way, one may not like some people but can put up with them. Forced to admit that dash is not divine principle as tolerance is not divine principle as love. The essay on tolerance talks about reconstruction after Second World War. Next question. Fanatism caused destruction in the Great Second World War. After the Second World War, everybody was talking about
Reconstruction. Dash is very dull, boring, and negative. Tolerance. Unlike love, tolerance is a very dash virtue. Dull virtue. The Indian emperor mentioned by Forster in the essay, who was also a supporter of tolerance, Ashoka, who were in not favor of tolerance, St. Paul and Dante. Which Christian saint is mentioned in the essay who didn't recommend tolerance? St. Paul. A literary figure mentioned by Forster who didn't advocate tolerance is? It's a literary figure. Who is that? Dante. Next one, it's a quote. In my father's house are many mansions. It's a quote from the New Testament of the Bible. Next one is also a quote. This is the only force which will enable different races and classes and interests to settle down together to the work of reconstruction. The force mentioned here is tolerance. Who is the Dutch scholar mentioned in the essay? Dutch scholar, who is that? Erasmus. Who stood in favor of tolerance in Germany? Goethe. Tolerance is not equivalent to weakness. No one has written an ode or raised a statue to her. By her, Forster means tolerance. It's just a makeshift. What's a makeshift here? It is just a makeshift. What is a makeshift here? Tolerance. Forster supports the idea that tolerance is not a great divine principle with what biblical allusion. In my father's house there are many mansions. That's a biblical allusion Forster used. Next question, we can only love what we know personally. The secular movement which reasserted the brotherhood of man mentioned in On Tolerance. French Revolution. To show the futility of love in public affairs, Forster mentioned an event from 18th century. What's that event? French Revolution. What is tolerance needed for? Everywhere, in the queues, at the station, on the telephone, street, for offices, houses, all classes, races and nations. Next question, tolerance is a speech delivered by E.M. Forster from BBC. Which book could be named the Bible of Tolerance according to Forster? A Modern Symposium. Thank you. If you like this video, please support me by subscribing this channel. You can also give me some likes and comments also. Thank you.